Priya Hariprasad. Welcome to my channel. Hope that you all are fine, safe and happy. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എക്കണോമിക്സിന്റെ ഒരു ബേസിക് ക്ലാസ്സുമായിട്ടാണ്. ഇതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എക്കണോമിക്സ്, എക്കണോമിക്സിന്റെ 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ 2 ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് ഏതൊക്കെയാണ്, ഇതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന്, അതായത് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എടുത്തിട്ടുള്ള +2 സ്റ്റുഡൻസിനും ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിനും BA എക്കണോമിക്സ്, BCom, BBA അവർക്കെല്ലാം ഓരോ പേപ്പർ എക്കണോമിക്സ് ഉണ്ട്. അപ്പം അവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി സജസ്റ്റ് ചെയ്യുക. ഡോണ്ട് മിസ് ഇറ്റ്. പ്ലീസ് ട്രൈ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ദെൻ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് എക്കണോമിക്സ്. എന്താണ് എക്കണോമിക്സ് അല്ലെ? നമുക്കറിയാം എക്കണോമിക്സിന്റെ മലയാളം എന്താണ്? സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, അപ്പം ദ വേർഡ് എക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് oikonomia. The word economics is derived from the Greek word oikonomia. oikonomia എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് എക്കണോമിക്സ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, which means that household management. അതിന്റെ അർത്ഥം oikonomia എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. എന്താണ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു. എന്താ വീട്ടിലുള്ള കാര്യങ്ങൾ? നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ, അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സ് ഉണ്ട് അല്ലെ, അവർ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അതേപോലെ തന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്, അവർ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഇങ്ങനെ ലിമിറ്റഡ് റിസോഴ്സസ്, ആ ലിമിറ്റഡ് റിസോഴ്സസിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ആ ഉള്ള ഉറവിടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിച്ച് അതിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളിൽ എങ്ങനെ നമ്മൾ സംതൃപ്തി അടയുന്നു, അതാണ് ഈ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ശരിയല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ എങ്ങനെ നേടിയെടുക്കുന്നു. ഓക്കെ, അപ്പം അതിനെല്ലാം കുറിച്ച് പഠിക്കുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താണ് എക്കണോമിക്സ് ചോദിച്ചാൽ നമുക്ക് പറയാം, economics is that branch of social science which deals with human wants and their satisfaction. Okay, economics is a branch of social science. നമുക്കറിയാം ഒരു സോഷ്യൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. which studies human wants and their satisfaction. മനുഷ്യന്റെ ആവശ്യങ്ങളും അതിന്റെ സംതൃപ്തി അടയലും ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രത്തിന്റെ, സോഷ്യൽ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് എന്ത്? എക്കണോമിക്സ്. The word economics is derived from the Greek word oikonomia, which means that household management, and economics is that branch of social science which deals with human wants and their satisfaction. ഇതാണ് സിംപ്ലി എക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിനകത്ത് ഒരു 5 ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട 5 ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണത്? വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻ ആൻഡ് മോഡേൺ ഡെഫിനിഷൻ. ഏതൊക്കെയാണ്? വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻ ആൻഡ് മോഡേൺ ഡെഫിനിഷൻ. അങ്ങനെ 5 എക്കണോമിക്സുകൾ പറഞ്ഞിട്ടുള്ള 5 ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഏത് ഹയർ സെക്കൻഡറിക്കാർക്കും ഡിഗ്രി ലെവൽക്കാർക്കും എക്കണോമിക്സ് ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ഈ 5 ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ ഓക്കെ ദെൻ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഡെഫിനിഷൻ എന്താ ഞാൻ പറഞ്ഞത്? വെൽത്ത് ഡെഫിനിഷൻ. ഫസ്റ്റ് ഡെഫിനിഷൻ എന്താണ്? വെൽത്ത് ഡെഫിനിഷൻ, സമ്പത്തിന്റെ നിർവചനം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? സമ്പത്തിന്റെ നിർവചനം. Okay, the wealth definition of economics was suggested by Adam Smith, the father of economics. Wealth definition of economics was suggested by Adam Smith, the father of modern economics. നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? വെൽത്ത് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ഹിസ് ഫേമസ് ബുക്ക് വെൽത്ത് ഓഫ് നേഷൻസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഓഫ് 1776. 1776 പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ഏതാണത്? വെൽത്ത് ഓഫ് നേഷൻസ്. വെൽത്ത് ഓഫ് നേഷൻസ്. ആ ബുക്കിലാണ് അദ്ദേഹം എന്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? വെൽത്ത് ഡെഫിനിഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഞാൻ എന്താ പറഞ്ഞത്? ആഡം സ്മിത്തിന്റെ ആണ് എന്ത്? വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഏതാണ്? വെൽത്ത്
വെൽത്ത് ഓഫ് നേഷൻസ്. എന്താണ് ആ ബുക്കിന്റെ പേര്? വെൽത്ത് ഓഫ് നേഷൻസ്. പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഓഫ് 1776. ഇൻ വിച്ച് ഇയർ? 1776. ഓക്കെ, ഈ ബുക്കിന് ഒരു ഫുൾ നെയിം ഉണ്ട് കേട്ടോ. ഇത് വെൽത്ത് ഓഫ് നേഷൻസ് നമ്മൾ വളരെ ഫേമസ് ആണ്. ഈ നെയിം ഇതാണ് പഠിക്കുന്നത്, പക്ഷെ ഫുൾ നെയിം ഉണ്ട്. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ബുദ്ധിമുട്ടുണ്ടോ? വെൽത്ത് ഓഫ് നേഷൻസ് പഠിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, മനസ്സിലായോ? അപ്പം ആ ബുക്കിനകത്താണ് അദ്ദേഹം ഈ വെൽത്ത് ഡെഫിനിഷൻ, എക്കണോമിക്സിനുള്ള ഈ ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആ ബുക്കിനകത്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇനി എന്താണ് ആ ഡെഫിനിഷൻ എന്ന് പഠിക്കാം നമുക്ക്. അക്കോർഡിംഗ് ടു ഹിം, economics is the study of wealth or science of wealth. Economics is the study of wealth. Very simple definition. Economics എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് വെൽത്ത് ആണ്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനം. അതാണ് എന്ത്? സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ആര് പറയുന്നത്? ആഡം സ്മിത്ത് പറയുന്നത്. ഓക്കെ, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് വെൽത്ത്. അദ്ദേഹം രണ്ട് കാര്യങ്ങളും കൂടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് വെൽത്ത്, എങ്ങനെ വെൽത്ത് ഉണ്ടാവുന്നു, അങ്ങനെ രണ്ട് കാര്യങ്ങൾ. ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്, എങ്ങനെ സമ്പത്ത് ഉണ്ടാവുന്നു, അത് എല്ലാവരിലും എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹൗ വെൽത്ത് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇനി എന്താണ് വെൽത്ത്? വെൽത്ത് എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള സാധനങ്ങളെല്ലാം വെൽത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? നമ്മളിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, കൈമാറ്റം ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ എന്താണ്? വെൽത്ത് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നും കൂടെ പറയാം. Wealth definition of economics നമ്മുടെ ഫസ്റ്റ് ഡെഫിനിഷൻ ആണ്. It was suggested by Adam Smith, the father of economics. Okay, he defined this definition in his famous book Wealth of Nations, published in the year of 1776. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്ക് ആയിട്ടുള്ള വെൽത്ത് ഓഫ് നേഷൻസിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. According to him, economics is the study of wealth or science of wealth. Economics എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് വെൽത്ത്. വളരെ സിമ്പിൾ അല്ലേ? സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, അതാണത്. പിന്നെ അദ്ദേഹം രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഹി ഡിഫൈൻ ടു മോർ തിങ്സ്. എന്തൊക്കെയാണത്? വാട്ട് ഈസ് വെൽത്ത്? വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് വിച്ച് ക്രിയേറ്റ്സ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച്. അതായത് നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോൾ വാല്യൂ ഉണ്ടെങ്കിൽ, മൂല്യമുള്ള സാധനങ്ങളെ വെൽത്ത് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഹൗ വെൽത്ത് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്, ഈ ഒരു കാര്യം കൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ വെൽത്ത് ഉണ്ടാവണം, എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് വെൽത്ത് ഡെഫിനിഷൻ. ഇത്രയും കാര്യങ്ങൾ മാത്രം വെൽത്ത് ഡെഫിനിഷനിൽ എഴുതിയാൽ മതി. ഓക്കെ, എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത് ഓർ സയൻസ് ഓഫ് വെൽത്ത്. മനസ്സിലായല്ലോ? നമുക്ക് നെക്സ്റ്റ് ഡെഫിനിഷനിലേക്ക് പോകാം. സെക്കൻഡ് ഡെഫിനിഷൻ ഏതായിരുന്നു ഞാൻ പറഞ്ഞത്? വെൽഫെയർ ഡെഫിനിഷൻ. വെൽഫെയർ ഡെഫിനിഷൻ, ക്ഷേമത്തിന്റെ നിർവചനം. വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്താണ്? ക്ഷേമത്തിന്റെ നിർവചനം. ഓക്കെ, ഇറ്റ് വാസ് സജസ്റ്റഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. It was suggested by Alfred Marshall. Okay, അപ്പോൾ അത് ആരുടെ ഡെഫിനിഷൻ ആണ്? വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആൽഫ്രഡ് മാർഷലിന്റെ. ഓക്കെ, then according to him, political economy or economics is the study of mankind in the ordinary business of life. It examines that part of individual and social action which is most closely connected with the material requisites of well-being. എന്താണ്? നിങ്ങൾക്ക് ആദ്യം കേൾക്കുന്ന സമയത്ത് ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കേൾക്കുക ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഇതുപോലെ പറയും. ഓക്കെ, എന്താണ്? എക്കണോമിക്സ്, പൊളിറ്റിക്കൽ എക്കോണമി ഓർ എക്കണോമിക്സ് ഈസ് the study of mankind in the ordinary business of life. It examines that part of individual and social action which is most closely connected with the material requisites of well-being. ഓക്കെ, അതായത് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അദ്ദേഹം പറയുന്നത്, എക്കണോമിക്സിന് അദ്ദേഹം ടേം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? പൊളിറ്റിക്കൽ എക്കോണമി എന്നാണ്. പൊളിറ്റിക്കൽ എക്കോണമി അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞത്? സ്റ്റഡി ഓഫ് ഓർഡിനറി മാൻകൈൻഡ്, അതായത് നമ്മുടെ സാധാരണ ആൾക്കാരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള പഠനം. എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് നല്ല രീതിയിൽ ക്ഷേമത്തോടു കൂടി ജീവിക്കാനായിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട്, അല്ലെ? മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. അതാണ് മെറ്റീരിയൽ റിക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട്. മെറ്റീരിയൽ റിക്വിസിറ്റ്സ് ഓഫ് വെൽബീങ്, നല്ല രീതിയിൽ ജീവിക്കാൻ. വെൽബീങ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ലതായിട്ട് ജീവിക്കാൻ, അല്ലെ? ക്ഷേമത്തോടു കൂടി ജീവിക്കാൻ. ക്ഷമമല്ല, ക്ഷേമം. അങ്ങനെ ജീവിക്കാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. മെറ്റീരിയൽസ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്, അല്ലെ?
അതിനെയാണ് മെറ്റീരിയൽ റിക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ. റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആവശ്യം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എങ്ങനെ നേടിയെടുക്കുന്നു, ഓക്കെ. അപ്പൊ അത് നേടിയെടുക്കാനായിട്ട് ഒരു സൊസൈറ്റിയും ആൾക്കാരും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു സാധാരണ ലൈഫിൽ, അതിനെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ്. ഓക്കെ, അപ്പൊ എക്കണോമിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ്, ഞാൻ ഒന്ന് വായിച്ചു തരാം. പൊളിറ്റിക്കൽ എക്കോണമി ഓർ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. It examines that part of individual and social action which is most closely connected with the material requisites of well-being. മനുഷ്യർ അവർ ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ക്ഷേമമായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള, നല്ല രീതിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മനുഷ്യനും സൊസൈറ്റിയും എങ്ങനെ അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു അവിടെ നമ്മുടെ ഡെയിലി ലൈഫിൽ. അപ്പം അതിലുള്ള മനുഷ്യന്റെ പെരുമാറ്റവും കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസ് ആണ്. അതാണ് എന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇത് ആരുടെ അഭിപ്രായമാണ്? ആൽഫ്രഡ് മാർഷാളുടെ. ദിസ് ഡെഫിനിഷൻ came to be known as എന്താണ്, വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്, ആൽഫ്രഡ് മാർഷാളുടെ. മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ടു റിപ്പീറ്റ് ദ വീഡിയോ, മേക്ക് ഇറ്റ് ക്ലിയർ. ഓക്കെ, ദെൻ നമുക്ക് തേർഡ് ഡെഫിനിഷനിലേക്ക് പോവാം. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. തേർഡ് ഡെഫിനിഷൻ ഏതാണ്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഓക്കെ, ദൗർലഭ്യത്തിന്റെ നിർവചനം. ദൗർലഭ്യം, ദുർലഭത എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങൾ കിട്ടാതാവുന്ന അവസ്ഥ അല്ലെ? ഓക്കെ, അതെന്താന്ന് നോക്കാം. Then scarcity definition of economics was suggested by Lionel Robbins. ആരുടെ ഡെഫിനിഷൻ ആണത്? ലിയോണൽ റോബിൻസ്. Scarcity definition of economics ആരുടെയാണ്? ലിയോണൽ റോബിൻസിന്റെ. Okay. According to him, economics is a science which studies human behavior as a relationship between ends and scarce means which have alternative uses. According to him, economics is a science. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് ഒരു സയൻസ് ആണ്. വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ. എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചാണ് ആ ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നത്. ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അതായത് നമുക്ക് എൻഡ്സ് എന്ന് പറഞ്ഞാൽ ധാരാളം ലഭ്യമായിട്ടുള്ള ഉറവിടങ്ങൾ. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സ്കേഴ്സ് ആയിട്ടുള്ള, ദുർലഭമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇത് രണ്ടും നമുക്കുണ്ട്. ഒരുപാട് ചില സാധനങ്ങൾ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്, ശരിയല്ലേ? ചില സാധനങ്ങൾ വളരെ കുറച്ചാണ്. അപ്പൊ പരിമിതവുമായിട്ടുള്ള സാധനങ്ങൾ, ഉറവിടങ്ങൾ, മാർഗങ്ങൾ, അത് ഉപയോഗിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. നമ്മളെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു? അപ്പൊ അതിലേക്കുള്ള മനുഷ്യന്റെ പെരുമാറ്റം എങ്ങനെയാണ്, അതിനെല്ലാം കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ്. ഓക്കെ, അപ്പൊ എൻസ് ആൻഡ് സ്കേഴ്സ് പറഞ്ഞാൽ എന്താണ്? എൻസ് പറഞ്ഞാൽ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള ഉറവിടങ്ങൾ, സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ മീൻസ് എന്ന് പറഞ്ഞാൽ ഉപാധികൾ എന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ. ആ ഉപാധികൾ വെച്ചിട്ട്, ആ ഉപാധികൾക്കാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം അല്ലെ? ഇപ്പൊ ഒരു റിസോഴ്സ് തന്നെ നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ അവയുമായൊക്കെ ബന്ധപ്പെടുത്തി മനുഷ്യന്റെ പെരുമാറ്റം, അതിനെ കുറിച്ച് പഠിക്കുന്ന സയൻസ് ആണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ്. ഓക്കെ, എക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഓക്കെ, this definition came to be known as scarcity definition of economics, and this was suggested by Lionel Robbins. Got it? Okay, make it clear. And fourth one, growth definition. വളർച്ചയുടെ നിർവചനം, growth definition. This definition was suggested by Paul A. Samuelson of America. Paul A. സാമുവൽസൺ ഓഫ് അമേരിക്ക. അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള പോൾ എ സാമുവൽസണിന്റെ ഡെഫിനിഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ഗ്രോത്ത് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഗ്രോത്ത് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് വാസ് സജസ്റ്റഡ് ബൈ പോൾ എ സാമുവൽസൺ ഓഫ് അമേരിക്ക. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് എക്കണോമിക്സ് എന്ന് നമുക്ക് നോക്കാം. According to him, economics is the study of how men and society choose with or without the use of money to employ scarce productive resources and over time, and to produce various commodities over time and distribute among them now and in future for various people and groups of society.
ഓക്കെ, ഒന്ന് വായിച്ചു തരാം നോക്കിയിട്ട്. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് with or without the use of money, with or without the use of money to employ scarce productive resources which have alternative uses to produce various commodities over time and distribute them for consumption now and in future among various groups, various people and groups of society. എളുപ്പമാണ്, മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ്. മനുഷ്യനും സമൂഹവും കാര്യങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, ഉറവിടങ്ങൾ, സാധനങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു. വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി, പണം ഉപയോഗിച്ചും അല്ലാതെയും തിരഞ്ഞെടുക്കുന്നു. ടു എംപ്ലോയ് സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്, അതായത് നമുക്ക് വളരെ ദുർലഭമായിട്ടുള്ള എന്നാൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഉൽപാദനക്ഷമതയുള്ള ഉറവിടങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു, എംപ്ലോയ് ചെയ്യിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അത് ആ സാധനങ്ങൾക്കൊക്കെ എന്തുണ്ട്? ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ഒരു ഉറവിടത്തിനെ തന്നെ നമുക്ക് എന്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം? പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അല്ലെ. അങ്ങനെ ഓൾട്ടർനേറ്റീവ് യൂസസ് ഉള്ള ഈ സാധനങ്ങൾ മനുഷ്യര് പണം ഉപയോഗിച്ചും അല്ലാതെയും തെരഞ്ഞെടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ വാട്ട്? ടു പ്രൊഡ്യൂസ് വേരിയസ് കമ്മോഡിറ്റീസ് ഓവർ ടൈം. കണ്ടിന്യൂസ് ആയിട്ട് എന്തുണ്ടാക്കുകയാണ്? കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാണ് നമ്മൾ, പല തരത്തിലുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ഫോർ കൺസംഷൻ നൗ ആൻഡ് ഇൻ ഫ്യൂച്ചർ among various people and groups of society. അതിനെ ആ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്, വിതരണം ചെയ്യാണ്. ആർക്ക്? നൗ ആൻഡ് ഇൻ ഫ്യൂച്ചർ, ഇപ്പോഴത്തേക്കും ഭാവിയിലുള്ള ജനറേഷന് വേണ്ടിയിട്ടും. ഓക്കെ, അതായത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിലുള്ള ആൾക്കാർക്കും ഒരു കൂട്ടം ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടി വിതരണം ചെയ്യാം. ഇതിനെ എല്ലാം കുറിച്ച് പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ്. ആദ്യമേ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും, ഒരിക്കലും ആ ബുദ്ധിമുട്ട് കാണില്ല. ഓക്കെ, one more time I will explain. Economics is the study of how men and society choose. മനുഷ്യനും സമൂഹവും എങ്ങനെ തിരഞ്ഞെടുക്കുന്നു സാധനങ്ങൾ. With or without the use of money, പണം ഉപയോഗിച്ചും അല്ലാതെയും തിരഞ്ഞെടുക്കുന്നു. എന്തിന്? To employ scarce productive resources, വളരെ ദുർലഭമായിട്ടുള്ള എന്നാൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഉൽപാദനക്ഷമതയുള്ള ഉറവിടങ്ങളെ തിരഞ്ഞെടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ആ ഉറവിടങ്ങൾക്കാണെങ്കിൽ എന്തുണ്ട്? Which have alternative uses, വളരെ പലതരത്തിലുള്ള യൂസസ് ഉണ്ട് അതിന്. ഓക്കെ, അത് അവരെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ടു പ്രൊഡ്യൂസ് വേരിയസ് കമ്മോഡിറ്റീസ്, പലതരത്തിലുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതുമൂലം ഓവർ ടൈം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കുകയാണ്. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ഫോർ കൺസംഷൻ നൗ ആൻഡ് ഇൻ ഫ്യൂച്ചർ. എന്നിട്ട് ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് എന്താ ചെയ്യുന്നത്? എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്, ഇപ്പോഴും ഭാവിയിലുള്ള ജനറേഷനും. അതായത് ഗ്രൂപ്പ്സ് ഓഫ് സൊസൈറ്റിക്കും ആൾക്കാർക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതങ്ങോട്ട് വിതരണം ചെയ്യാണ്. ഇതിനെല്ലാം കുറിച്ച് പഠിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി ടു എംപ്ലോയ് സ്കേഴ്സ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. Okay, and then which have alternative uses to produce various commodities over time and distribute them in now and in future among various people and groups of society. This definition came to be known as growth definition of economics, and it was suggested by Paul A. Samuelson of America. മനസ്സിലായല്ലോ? റിപ്പീറ്റ് ചെയ്ത വീഡിയോ കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, നമ്മുടെ 5th ഡെഫിനിഷനിലേക്ക് നമുക്ക് പോവാം. മോഡേൺ ഡെഫിനിഷൻ. ഒരു 2011 ശരിക്കും ഈ ഡെഫിനിഷൻ വന്നിട്ടുള്ളത്. ഒരു 60 years ബിഫോർ ഈ മോഡേൺ ഡെഫിനിഷനെ കുറിച്ചുള്ള ചർച്ചകൾ എക്കണോമിക്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് ഈ 4 ഡെഫിനിഷനെ നമ്മൾ ശരിക്കും പഠിക്കാറുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തും കൂടെ വളരെ ഇതായിട്ട് നമ്മൾ ഒന്നുകൂടെ പഠിക്കണം. ഈ മോഡേൺ ഡെഫിനിഷനും കൂടെ നമുക്കൊന്ന് പഠിക്കണം. മനസ്സിലായോ? അപ്പം നമ്മളിപ്പോൾ ഞാനിവിടെ പറയുന്ന ഡെഫിനിഷൻ AC ദാസിന്റെ ആണ്. ഒരുപാട് പേര് മോഡേൺ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ബുക്സിലും കണ്ടുവരുന്നത് AC ദാസിന്റെ ഡെഫിനിഷൻ. അത് വളരെ ചെറിയ ഒരു ഫോമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഒരു വലുതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ മോഡേൺ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആരുടെയാണ്? AC ദാസിന്റെയാണ്. AC ദാസ് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റിന്റെ ഡെഫിനിഷൻ ആണ് എന്ന് പറയുന്നത് മോഡേൺ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം നമുക്ക്. Study of choices by all in maximizing production and consumption benefits with the given resources of scarce and surplus for present and future needs. എന്താണ്?
സ്റ്റഡി ഓഫ് ചോയ്സസ് ആണ്, നമ്മുടെ സ്റ്റഡി ഓഫ് ചോയ്സസ് ആണ് സമൂഹം. ഇതിന്റെ സെയിം ഒരു വേർഷൻ തന്നെയാണ് കേട്ടോ ഗ്രോത്ത് ഡെഫിനിഷനിന്റെ. അതായത് നമ്മൾ സാധനങ്ങൾ എങ്ങനെ, നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട് അല്ലേ സൊസൈറ്റിയിൽ, സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ചോയ്സസ് ഉണ്ട്. അപ്പൊ ആ ചോയ്സസ് ഉപയോഗിച്ച് എങ്ങനെ സാധനങ്ങൾ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് മാക്സിമൈസിങ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ബെനിഫിറ്റ്സ്. നമ്മൾ എന്താണ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ബെനിഫിറ്റ്സ്, നമ്മളുടെ ഉൽപാദനവും ഉപഭോഗവും മാക്സിമൈസ് ചെയ്യാൻ, അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ മാക്സിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. വിത്ത് ദ ഗിവൺ റിസോഴ്സസ് ഓഫ് സ്കേഴ്സ് ആൻഡ് സർപ്ലസ്. നമ്മുടെ റിസോഴ്സസ് എങ്ങനെയാണ്? സ്കേഴ്സും ആണ് സർപ്ലസും ആണ്. സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലഭ്യമല്ലാത്തത്, വളരെ കുറച്ച് ഉള്ളത്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ മിച്ചമായിട്ട് ഒരുപാടുള്ളത്. എൻസ് ആൻഡ് സ്കേഴ്സ് എന്ന് പറഞ്ഞില്ല നമ്മൾ ഇതിനകത്ത്, എൻസ് ആൻഡ് സ്കേഴ്സ് എന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് സ്കേഴ്സ് ആൻഡ് സർപ്ലസ്, ദുർലഭമായതും ധാരാളം ഉള്ളതും. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കൺസംഷനും പ്രൊഡക്ഷനും നമ്മൾ മാക്സിമൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ട്, ഇപ്പോഴത്തെ ആവശ്യത്തിനും പിന്നീട് ഫ്യൂച്ചറുള്ള ആവശ്യത്തിനും വേണ്ടി സാധനങ്ങൾ ഉള്ള ഉറവിടങ്ങളും ഒരുപാടുള്ള ഉറവിടങ്ങളും എല്ലാം കൂടെ ഉപയോഗിച്ച് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷനും കൺസംഷനും എങ്ങനെ മാക്സിമൈസ് ചെയ്യുന്നു, ഇതിനെല്ലാം കുറിച്ച് പഠിക്കുന്ന ഒരു ഇത് തന്നെയാണ് എന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതാണ് മോഡേൺ ഡെഫിനിഷൻ. ഓക്കെ, വെരി സിമിലർ ടു ഗ്രോത്ത് ഡെഫിനിഷൻ. ഓക്കെ, അപ്പൊ എന്താണ് മോഡേൺ ഡെഫിനിഷൻ? സ്റ്റഡി ഓഫ് ചോയ്സസ്. ഓക്കെ, ബൈ ഓൾ ഇൻ മാക്സിമൈസിംഗ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ബെനിഫിറ്റ്സ് വിത്ത് the given resources of scarce and surplus for present and future needs. മനസ്സിലായല്ലോ? അപ്പം 5 ഡെഫിനിഷൻസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും ഇത്. ഇനി നമുക്ക് ഒരൊറ്റ കാര്യം കൂടെ ഈ ബേസിക്കിൽ പഠിക്കാനുണ്ട്, അതും കൂടെ പഠിച്ചാലേ എക്കണോമിക്സിന്റെ ബേസിക് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതും കൂടെ ഒന്ന് കേൾക്കണം നിങ്ങൾ. പറയാനുള്ളത് 2 ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. അപ്പൊ എക്കണോമിക്സിന് മെയിൻ ആയിട്ട് എത്ര ബ്രാഞ്ചസ് ആണുള്ളത്? 2 ബ്രാഞ്ചസ് ഉണ്ട് അല്ലെ, നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. എന്താണ് നമ്മുടെ 2 ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഈ മൈക്രോ മാക്രോ എന്ന് പറയുന്ന ഈ 2 വേർഡ്സും ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മൈക്രോസ് ആൻഡ് മാക്രോസ്. അതായത് ഗ്രീക്ക് പദത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഈ വാക്കുകളാണ് ഈ മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത് എന്താണ്? ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. അതിന്റെ ഡിഫറൻസ് നമ്മൾ പഠിക്കണം എപ്പോഴും. എല്ലാ എക്സാമിനും ഹയർ സെക്കൻഡറി ലെവലിലും ഡിഗ്രി ലെവലിലും ഈ മൈക്രോ മാക്രോ ഡിഫറൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസിനും എല്ലാം ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഒഴിവാക്കി കളയരുത്. എന്താണ് നോക്കാം. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. വളരെ എളുപ്പമാണ് ഇത്. നമ്മൾ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക്. അപ്പൊ എന്താണ് മൈക്രോ എക്കണോമിക്സ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ദ വേർഡ് മൈക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മൈക്രോസ്. ദ വേർഡ് മൈക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മൈക്രോസ്. മൈക്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് മൈക്രോ എന്ന് പറഞ്ഞ വാക്ക് ഉണ്ടായിട്ടുള്ളത്. വിച്ച് മീൻസ് ദാറ്റ് സ്മോൾ. ഇതിന്റെ അർത്ഥം എന്താണ്? സ്മോൾ. വിച്ച് മീൻസ് ദാറ്റ് സ്മോൾ. അപ്പൊ the word micro is derived from the Greek word micros, which means that small. So microeconomics deals with small part of the economy. Microeconomics deals with എന്താണ്? Small part of the economy or a single part of the economy or a single part of the economy. Microeconomics deals with small part of the economy or a single part of the economy. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ചെറിയൊരു ഭാഗത്തെ കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയാ ചെറിയ ഒരു ഭാഗം അല്ലെങ്കിൽ എന്താ പറയാ ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാര്യം, ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന എക്കണോമിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയാം. The word micro is derived from the Greek word micros, which means that small, and it deals with only a single part of the economy or a small part of the economy. Got it? Then it has worm's eye view. It has worm's eye view. എന്താണ് worm എന്ന് പറഞ്ഞാൽ? ഒരു പുഴു അല്ലേ? worm's eye view. അപ്പൊ നമ്മൾ നിലത്ത് കൂടെ ഒരു പുഴു എഴഞ്ഞോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക.
ആ പുഴുവിന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും? അപ്പൊ അതിന് എത്ര കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും? അതിന് ചുറ്റുമുള്ള വളരെ കുറച്ച് കാര്യങ്ങളല്ലേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വേംസ് ഐ വ്യൂ അതിന്റെ കാഴ്ചപ്പാടാണ് ആർക്കുള്ളത്? മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ ഇത് വളരെ എന്താണ്, നാരോ ആയിട്ടുള്ള കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ, ഇടുങ്ങിയ ചിന്താഗതികൾ, ചെറിയ ചെറിയ കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ. അതാണ് അതിന്റെ മീനിങ്. മനസ്സിലായല്ലോ? അപ്പം പിന്നെന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ partial equilibrium analysis. Microeconomics is deals with എന്താണ്? Based on partial equilibrium analysis. എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാ മൈക്രോ എക്കണോമിക്സ് ഇരിക്കുന്നത്? പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് എന്ന് വെച്ചാൽ പാർഷ്യൽ പറഞ്ഞാൽ എന്താ? ഭാഗിക സന്തുലിത വിശകലനവുമായി അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് നിലനിൽക്കുന്നത് മൈക്രോ എക്കണോമിക്സ്. ഇനി ഇമ്പോർട്ടന്റ് മൈക്രോ എക്കണോമിക്സ് വേരിയബിൾസ് ഏതൊക്കെയാണ്? മൈക്രോ എക്കണോമിക്സ് അതിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ്, ഡിമാൻഡ്, ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ്, അതേപോലെ തന്നെ സപ്ലൈ, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഓഫ് എ ഫേം, ഒരു ഫേമിന്റെ കാര്യം. ഫേം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇത് അല്ലെ, ബിസിനസ് യൂണിറ്റ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ വേരിയബിൾസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക, മൈക്രോ എക്കണോമിക്സിനകത്ത് ഉണ്ടാവുക. മനസ്സിലായോ? അപ്പം എന്തൊക്കെയാണ് മൈക്രോ എന്ന് പറഞ്ഞാൽ? മൈക്രോസ് എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. സ്മോൾ എന്നാണ് അർത്ഥം. ഇതിനകത്ത് സ്മോൾ പാർട്ട് ഓഫ് ദി എക്കോണമി നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സിംഗിൾ പാർട്ട് ഓഫ് ദി എക്കോണമി പഠിക്കാൻ പറ്റുള്ളൂ. വേംസ് ഐ വ്യൂ ആണ്, ഒരു ചെറിയ പുഴുവിന്റെ കാഴ്ചപ്പാടാണുള്ളത്. നാരോ ആയിട്ടുള്ള ഇടുങ്ങിയ ചെറിയ ചെറിയ ചിന്താഗതികളാണ് ഇതിനകത്ത് വരിക. It is based on partial equilibrium analysis. പാർഷ്യൽ പറഞ്ഞാൽ തന്നെ അറിയാം, പാർട്ട്, ഒരു പാർട്ട്, ഭാഗിക സന്തുലിത വിശകലനവുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ് മൈക്രോ എക്കണോമിക്സ്. പിന്നെ ഇതിനകത്ത് വരുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്? മൈക്രോ എക്കണോമിക് വേരിയബിൾസ് ഏതൊക്കെയാണ്? പ്രൈസ്, ഡിമാൻഡ്, സപ്ലൈ, ഒരു ഫേമിന്റെ പ്രോഫിറ്റ്, അങ്ങനെ ചെറിയ ചെറിയ ബിസിനസ് യൂണിറ്റിന്റെ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സിലോട്ട് പോവാം. The word macro is derived from the Greek word macros. Macros എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നും വന്നിട്ടുള്ളതാണ് മാക്രോ എന്ന് പറയുന്ന വാക്ക്, which means large. അതിന്റെ അർത്ഥം എന്താണ്? ലാർജ്, ബിഗ് എന്നർത്ഥം, വലുത് എന്നർത്ഥം. അപ്പൊ വലുത് എന്നർത്ഥം വരുന്ന മാക്രോസ് എന്ന വാക്കിൽ നിന്നും ഉണ്ടായിട്ടുള്ള വേർഡാണ് എന്ന് പറയുന്നത് മാക്രോ. അപ്പൊ യൂഷ്വലി നമുക്ക് അറിയാം എന്താണ് നോർമലി മാക്രോ എക്കണോമിക്സ്. ഇറ്റ് ഡീൽസ് വിത്ത് the whole part of the economy or a large part of the economy. ഒരു സമ്പദ് വ്യവസ്ഥയുടെ വലിയ ഭാഗം അല്ലെങ്കിൽ മുഴുവൻ ഭാഗത്തെ കുറിച്ച് പഠിക്കും. എന്തിനകത്ത്? മാക്രോ എക്കണോമിക്സിനകത്ത്. അപ്പൊ ലാർജ് പാർട്ട് അല്ലെങ്കിൽ എന്താണ് ഹോൾ പാർട്ട് ഓഫ് ദി എക്കോണമി, അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ എന്തിനകത്ത് പറ്റും? മൈക്രോ എക്കണോമിക്സിനകത്ത് പറ്റും. So macro economics deals with a large part of the economy or a whole part of the economy. Okay. Ini it has bird's eye view. It has bird's eye view. നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ച എന്താണ്? വേംസ് ഐ വ്യൂ ആണ് അല്ലെ, വളരെ ചെറുത്. ബേർഡ്സ് ഐ വ്യൂ, മുകളിലൂടെ പറക്കുന്ന ഒരു പക്ഷിക്ക് എന്തുമാത്രം കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും അല്ലെ. ബേർഡ് പറന്ന് നടക്കുകയാണ്, പല സ്ഥലത്തും പോകുന്നുണ്ട് ആ ബേർഡിന് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അപ്പം അത് എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്തിനകത്ത്? മാക്രോ എക്കണോമിക്സിനകത്ത്. അപ്പൊ മാക്രോ എക്കണോമിക്സിന് എന്താണ്? ബേർഡ്സ് ഐ വ്യൂ ആണ്. മാക്രോ എക്കണോമിക്സിന് എന്താണ്? ബേർഡ്സ് ഐ വ്യൂ ആണ് ഉള്ളത്. മനസ്സിലായല്ലോ? ഇനി അതായത് ബ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ വിശാലമായിട്ടുള്ള ചിന്താഗതി അല്ലെ, ബ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. വിശാലമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തിനകത്തുള്ളത്? മാക്രോ എക്കണോമിക്സിനകത്ത് ഉള്ളത്. ഇനി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്. ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് നമ്മൾ പഠിച്ചു. മൈക്രോ എക്കണോമിക്സ് ഇതുമായിട്ടാണ് ബേസ് ചെയ്തിരിക്കുന്നത്? പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്. പക്ഷേ മാക്രോ എക്കണോമിക്സ് ഏതാണ്? ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്. ജനറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതു, എല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, മൊത്തത്തിലുള്ള കാര്യങ്ങൾ. മനസ്സിലായോ? പൊതു സന്തുലിത വിശകലനം, ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏത് നിലകൊള്ളുന്നത്? മാക്രോ എക്കണോമിക്സ്. ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് അല്ലെങ്കിൽ പൊതു സന്തുലിത വിശകലനത്തെ ബേസ് ചെയ്തിട്ടാണ് ഏത് നിൽക്കുന്നത്? മാക്രോ എക്കണോമിക്സ് നിൽക്കുന്നത്. ഓക്കെ. ഇനി ഇമ്പോർട്ടന്റ് മാക്രോ എക്കണോമിക് വേരിയബിൾസ് ഏതൊക്കെയായിരിക്കും?
ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ? പണപ്പെരുപ്പം. ഒരു രാജ്യത്തിനകത്തെ എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നിലവാരം കൂടുന്നത് വലിയൊരു വേരിയബിൾ അല്ലേ, ആ വലിയൊരു കാര്യമല്ലേ അത്. അതേപോലെ തന്നെ ഡിഫ്ലേഷൻ, പണച്ചുരുക്കം. ഒരു രാജ്യത്തെ എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയുന്ന അവസ്ഥ. മനസ്സിലായോ? അതേപോലെ തന്നെ ആഗ്രിഗേറ്റ് ഡിമാൻഡ്. എന്താ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? മൊത്തത്തിലുള്ള ഡിമാൻഡ്, എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡിമാൻഡ്. അതേപോലെ തന്നെ ആഗ്രിഗേറ്റ് സപ്ലൈ, എംപ്ലോയ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ ഒരുപാട് വലിയ വലിയ വാരിയബിൾസിനെ കുറിച്ച് പഠിക്കും. എന്തിനകത്ത്? നമുക്ക് മാക്രോ എക്കണോമിക്സിനകത്ത് പഠിക്കാം. ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ആഗ്രിഗേറ്റ് സപ്ലൈ, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, ഇൻവെസ്റ്റ്മെന്റ്, ഓക്കെ. അങ്ങനെയുള്ള നാഷണൽ ഇൻകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ് നാഷണൽ ഇൻകം എക്സെട്ര, ഓക്കെ. അങ്ങനെ ദേശീയ വരുമാനം അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് വലിയ വലിയ വാരിയബിൾസിനെ കുറിച്ച് നമ്മൾ എന്തിനകത്ത് പഠിക്കും? മാക്രോ എക്കണോമിക്സിനകത്ത് പഠിക്കും. അപ്പൊ എന്താണ് മാക്രോ എന്ന് പറഞ്ഞാല്? The word macro is derived from the Greek word macros, which means that large. Macroeconomics deals with a large part of the economy or a whole part of the economy. It has bird's eye view, എന്നുവെച്ചാൽ ബ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. It is based on general equilibrium analysis, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, ആഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇൻവെസ്റ്റ്മെന്റ്, നാഷണൽ ഇൻകം തുടങ്ങി വലിയ വലിയ വാരിയബിൾസ് ആയിരിക്കും എന്തിനകത്ത് ഉണ്ടാവുക? മാക്രോ എക്കണോമിക്സിനകത്ത് ഉണ്ടാവുക. എല്ലാം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. മനസ്സിലാവുണ്ടോ? അപ്പം ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾക്ക് വളരെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഫാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയത്. ഓക്കെ ദെൻ, താങ്ക്സ് അ ലോട്ട്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി സജസ്റ്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും തിയറീസ് എക്കണോമിക്സിലോ ബേസിക് മാത്തമാറ്റിക്സിലോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കയറി നോക്കുക. അതിനകത്ത് കോപ്ഡഗൾസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ആവശ്യമുള്ള തിയറി ഇല്ലെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ദെൻ, താങ്ക്സ് അ ലോട്ട്. ടേക്ക് കെയർ. ബൈ.